കോഴിക്കോട് മാവൂരിൽ ടിപ്പറും ബസ്സും കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്ക്. ബസ്സിന് മുന്നിലിരുന്ന 2 യാത്രക്കാരികൾ റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് വലിയ അപകടം നടന്നിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്ക്. 2 യാത്രികർ, 2 വനിതകൾ റോഡിലേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ അനഘ. ഇന്ന് രാവിലെ 10:30യോടെയാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. മാവൂർ കോഴിക്കോട് റോഡിൽ തെങ്ങിലക്കടവിന് സമീപത്ത് വെച്ചാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയുടെ പുറകിൽ അതേ ദിശയിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല, മുൻസീറ്റിലിരുന്ന 2 യാത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ ഇടിച്ച ഉടൻ തന്നെ റോഡിലേക്ക് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റവരുണ്ട്, കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. റോഡിൽ തെറിച്ചു വീണ സ്ത്രീകളെ ഉടൻ തന്നെ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നിലവിൽ പരിക്കേറ്റവരൊക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ അപകടത്തിന് കാരണമായത് ബസിന്റെ അമിത വേഗതയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതായത് ഈ അപകടം നേരിൽ കണ്ട ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നത് ബസ് അമിത വേഗതയിലായിരുന്നു. ഈ സമയത്ത് മുന്നിലുണ്ടായിരുന്ന ലോറി പോവുകയായിരുന്ന ലോറി ഒന്ന് സ്പീഡ് കുറച്ച സമയത്ത് ആ ലോറിക്ക് പുറകിലേക്ക് പോയി ഈ ബസ് ഇടിക്കുകയായിരുന്നു. അതായത് ഡ്രൈവർക്ക് കൃത്യസമയത്ത് ബസ് ബ്രേക്കിട്ട് നിർത്താൻ സാധിച്ചില്ല എന്നാണ് ഈ അപകടം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണത്തിൽ ബസിന്റെ അമിത വേഗതയാണ് ഈ ഒരു അപകടത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് മാവൂരിലാണ് ടിപ്പറും ബസ്സും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റത്. 2 യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.